ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. നല്ല മഴയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് 2 പാർട്സ് ഉണ്ടായിരുന്നു. ഒന്ന്, ആദ്യത്തെ പാർട്ട് മിഅ്റാജിൻ്റെ യാത്രയിൽ ഇസ്രാ ആയിരുന്നു. അതായത് മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ഒരു ജേണി. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ലിറ്ററലി ഒരു സ്പേസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആകാശങ്ങളിലേക്ക്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുറാനിലെ സൂറത്തുൻ നജ്മ്, അതായത് നക്ഷത്രം എന്ന ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നക്ഷത്രം തകർന്നു വീഴുന്നതിനെ കുറിച്ചാണ്. ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്താൽ എന്താ സംഭവിക്കുക, അതിനെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനായിരിക്കും ഇവിടെ ഒരു കൊളാപ്സിങ് സ്റ്റാറിനെ കുറിച്ച് പറയുന്നത്? മോഡേൺ ആസ്ട്രോഫിസിക്സിൽ നല്ല തിരക്കാണല്ലോ. നമ്മുടെ സൂര്യനേക്കാൾ 20-30 വലിപ്പമുള്ള സ്റ്റാർസും ഒരു സ്റ്റാർ, ഒരു മാസീവ് സ്റ്റാർ കൊളാപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കോറിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? ഒരു ബ്ലാക്ക് ഹോൾ. അതായത് ഒരു സ്പിരിച്വൽ ജേർണി ഡിസ്ക്രൈബ് ചെയ്യുന്ന പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത് ഒരു കോസ്മിക് ഫിനോമിനൻ കൊണ്ടാണ്. ദാറ്റ്സ് നോട്ട് റാൻഡം. ഇനി ആ യാത്രയുടെ ഏറ്റവും ക്ലൈമാക്സ് പോയിന്റ് അവിടെ വരുമ്പോൾ പ്രവാചകൻ ഒരു പെർട്ടിക്കുലർ ബൗണ്ടറിയിലെത്തുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയാണ് നമ്മൾ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്. സിദ്റ എന്നാൽ അറബിയിൽ ബെറി ട്രീ അല്ലെങ്കിൽ ഇളന്തമരം. നമ്മുടെ നാട്ടിലെ ഈ ബേർഡ്സ് ചെറിയൊക്കെ തരുന്ന ഒരു മരം നമ്മുടെ വീടിന് മുകളിൽ തന്നെ ഉണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. സോ എന്തിനാണ് സ്പെസിഫിക്കലി ഈ മരത്തെക്കുറിച്ച് പറഞ്ഞത്? ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ബ്ലാക്ക് ഹോളിൽ നിന്ന് സ്ട്രക്ചർ അതിനെ ഇമാജിൻ ചെയ്ത് നോക്കൂ. അവിടെ നമ്മൾ കാണുന്നത് ഒരു ടണൽ ഷേപ്പാണ്. മുകളിൽ വലിയൊരു ഓപ്പണിങ്, പിന്നെ താഴേക്ക് വരുമ്പോൾ അത് നല്ല നേരമായി മാറും. ഒരു മരത്തെ പോലെ, ഒരു വലിയ ഹ്യൂജ് മരത്തെ പോലെ, ഒരു ട്രീ ട്രങ്കിനെ പോലെ. ആക്ച്വലി ഈ ഷേപ്പിനെ, സയൻറ്റിസ്റ്റ് പറയുന്ന ഈ ഷേപ്പിനെ ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ് എന്നാണ്. ഐൻസ്റ്റീനും നേത്തൻ റോസൻ ഇവർ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ്. ഇത്തരം ബ്രിഡ്ജ് തിയററ്റിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബെറി ട്രീ, അതിൻ്റെ സ്ട്രക്ചർ എക്സാക്ട്ലി സെയിം രൂപം, മുകളിൽ നല്ല വീതിയിൽ വിശാലമായി ഒരു കനോപ്പി, ഒരുപാട് ബ്രാഞ്ചസ്. അത് താഴോട്ട് വരും തോറും പിന്നെ അതിങ്ങനെ ചെറുതായി ഒരു നേരോ ട്രീ ട്രങ്ക് പോലെയാവും. അതിലുപരി ഈ മരം മധുരമുള്ള ഫ്രൂട്ട്സ്, ഒരുപാട് കിളികളും മറ്റും വന്ന് കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സ് അതിലുണ്ട്. ചെറിയ ബേർഡ് ചെറി എന്നതിൻ്റെ പേര് തന്നെ. ഇതിനൊരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണോ? അങ്ങനെ കരുതാൻ പറ്റില്ല അല്ലേ? ഇനി നമുക്ക് മുൻതഹ എന്ന വാക്കിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മുൻതഹ എന്ന് പറഞ്ഞാൽ ദി ബൗണ്ടറി, ദ ലാസ്റ്റ് ബൗണ്ടറി, അവസാനത്തെ അതിര് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ദ ലാസ്റ്റ് ബൗണ്ടറി, ദ ലാസ്റ്റ് ഓഫ് വാട്ട്, ഫൈനൽ ഓഫ് വാട്ട്? എന്തിൻ്റെ ഫൈനലാണ്? എന്തിൻ്റെ അവസാനമാണത്? അല്ലാഹു ഖുറാനിൽ സൂറത്തുൽ മുൽക്കിൽ ക്ലിയർലി പറയുന്നുണ്ട്, അല്ലദീ സബ്അ സമാവാത്തിൻ തിബാക. അതായത് 7 ആകാശങ്ങളെ അടുക്കടുക്കായി സൃഷ്ടിച്ചു. അവനാണ് അല്ലാഹു. അല്ലദീ അലക സബ്അ സമാവാത്തി, 7 ആകാശങ്ങൾ. തിബാക, ലെയർ അപ്പോൺ ലെയർ. ഇവിടെ ഈ ലെയറാണ് കീവേഡ്. തിബാക എന്നാൽ സ്റ്റാക്ട് വൺ എബവ് അനദർ, അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കപ്പെട്ട, അതിനാണ് ലെയർ എന്ന് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിൽ ഫ്ലോർസ് പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന്. പക്ഷേ ഇതൊരു സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുമ്പോൾ കോസ്മിക് ഫ്ലോറാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, 7 ആകാശങ്ങൾ, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്. ഡിഫറെൻറ്റ് ഡൈമെൻഷൻസ്, ഡിഫറെൻറ്റ് വേൾഡ്സ്, ഡിഫറെൻറ്റ് യൂണിവേഴ്സസ്. ഇതിന് മോഡേൺ ഫിസിക്സിൽ ഇതിന് ബ്രെയിൻ തിയറി എന്ന് പറയാം. സയൻറ്റിസ്റ്റ് റിയലൈസ് ചെയ്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ യൂണിവേഴ്സിൽ ഡൈമെൻഷൻസ് ലേയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിന് എം തിയറി എന്ന് വിളിക്കും.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനെ 7 ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലെയറിൽ നിന്ന് വേറൊരു ലെയറിലേക്ക്, അടുത്ത ലെയറിലേക്ക് ക്രോസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു ഗേറ്റ് വേ വേണം അല്ലേ, ഒരു പാസേജ് വേണം. പിന്നെ ആ പാസേജിനെയാണ് ഒരു വശത്തൂടെ നോക്കുമ്പോൾ ബ്ലാക്ക് ഹോൾ എന്നും മറുവശത്ത് നോക്കുമ്പോൾ വൈറ്റ് ഹോൾ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ, അതിലേക്കൊരു ഗേറ്റ് വേ, ഫസ്റ്റ് സിദറ. സെക്കൻഡ് ലെയർ, സെക്കൻഡ് സിദറ. അങ്ങനെ 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 7ാമത്തെ ആകാശവും കടന്ന് പാരഡൈസിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്ന അവസാനത്തെ ഫൈനൽ ഗേറ്റ് വേ ആണ് സിദറത്തുൽ മുൻതഹ. ദി അൾട്ടിമേറ്റ് ബൗണ്ടറിയിലേക്ക് ഒരു ഫൈനൽ ഗേറ്റ് വേ. അതിൻ്റെ തൊട്ടടുത്താണ് ജന്നത്തുൽ മാവ. ഇന്തഹ ജന്നത്തുൽ മാവ, ബ്യൂട്ടിഫുൾ, ദി ഗാർഡൻ ഓഫ് റിഫ്യൂജ്, പാരഡൈസ്, സ്വർഗം. ഇവിടെയാണ് ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡീറ്റെയിൽ വരുന്നത്. പ്യൂർ ലൈറ്റ് കൊണ്ട്, അതായത് 100 കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന് പോലും ഈ പോയിന്റിനപ്പുറം പോകാൻ പറ്റില്ല. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ എൻ്റെ വിങ്സ്, എൻ്റെ ചിറകുകൾ കരിഞ്ഞു പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രകാശം കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു ബീയിങ് പറയുകയാണ് ഇതിനപ്പുറമുള്ള എനർജി അത്രയും ഇൻറ്റൻസാണ്, അത്രയും കടുത്തതാണ്, അദ്ദേഹത്തിന് പോലും അത് താങ്ങാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കോസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒരു നല്ല ചായ. ഓക്കെ, റൈറ്റ്. കോസർ എന്ന് പറയുന്നത് ഭീമാകാരമായ അതൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അവയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദി ബ്രൈറ്റസ്റ്റ് ഒബ്ജക്ട്സ്. ഒരു 100 ബില്യൺ നക്ഷത്രങ്ങളുള്ള ഒരു ഗാലക്സിയേക്കാൾ കൂടുതൽ വെളിച്ചം പുറത്തുവിടാൻ ഈ കോസറിന് കഴിയും. അല്ലാഹു അക്ബർ. കോസർ, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സ്റ്റാർസ് ഒരു ഗാലക്സിയിലുണ്ട്. അതിനേക്കാളും കൂടുതൽ ഈ കോസറിന് വെളിച്ചം നൽകാൻ കഴിയും. നാസ പറയുന്നത് ചില കോസർ നമ്മുടെ സൂര്യനേക്കാൾ 2 ട്രില്യൺ ടൈംസ് കൂടുതൽ എനർജിയാണ് എമിറ്റ് ചെയ്യുന്നതാണ്. 2 ട്രില്യൺ ടൈംസ് എനർജി എമിറ്റ് ചെയ്യുന്നു ഒരു കോസർ. മനുഷ്യൻ്റെ കണ്ണുകൾക്ക്, ഹ്യൂമൻ ഐസിന് ഈ ഇൻറ്റൻസിറ്റി ഫിസിക്കലി താങ്ങാൻ കഴിയില്ല. സൂര്യൻ്റെ പ്രകാശം പോലും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല കുറച്ച് നേരത്തേക്ക്. പക്ഷേ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നോക്കൂ, മാ സാഗൽ ബസറു വമാ തആ, മാ സാഅൽ ബസറു വമാ തആ. The sight of the prophet never wandered, nor did it overreach. അത്രയും ഭയങ്കരമായ ഒരു റിയാലിറ്റിയെ ഒന്നും സംഭവിക്കാതെ പ്രവാചകനെ കാണാൻ കഴിഞ്ഞതാണ്. 2 ട്രില്യൺ ടൈംസ് പ്രകാശം. അതൊരു സ്പിരിച്വൽ കാര്യം മാത്രമല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഡൈമെൻഷണൽ അഡാപ്റ്റേഷൻ കൂടിയാണത്. വേറൊരു തലത്തിലേക്കുള്ള ഒരു ഉയർച്ച. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നോക്കൂ, മോഡേൺ ആസ്ട്രോണമി പറയുന്നത് നമ്മുടെ ഈ ഒരൊറ്റ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഏകദേശം 100 മില്യൺ ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്നാണ്. 100 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 100 മില്യൺ, അതായത് 100 മില്യൺ ഗേറ്റ് വേസ്, 100 മില്യൺ പാസേജ് വേസ്, 100 മില്യൺ വഴികൾ. ദാറ്റ് മീൻസ് 10 കോടി കോസ്മിക് ഗേറ്റ് വേകൾ, 10 crores. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതെല്ലാം കോസ്മിക് പാത്വേസ് ആണെങ്കിൽ, കോസ്മിക് വഴികളാണെങ്കിൽ, ഇവയെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് ഈ ഭൂമിയിലെ വഴികളെക്കാൾ ആകാശത്തിലെ വഴികളാണ് കൂടുതൽ അറിയാവുന്നത്. ആളുകൾ വിചാരിച്ചു അത് ജസ്റ്റ് പോയറ്റിക് ലാംഗ്വേജ് ആണ്, ഒരു കവിത പറയുന്നത് പോലെ. പക്ഷേ അദ്ദേഹം ലിറ്ററലി ഉദ്ദേശിച്ചത് ഈ കോസ്മിക് ഗേറ്റ് വേസിലൂടെയുള്ള ഒരു നാവിഗേഷൻ ആയിരുന്നെങ്കിലോ? നിങ്ങൾക്കറിയാമോ, സ്റ്റീഫൻ ഹോക്കിങ്സ് 2018 മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ ഒരു ഫൈനൽ പേപ്പറിനെ കുറിച്ച്? അദ്ദേഹം ഈ പേപ്പറിൽ പറയുന്നു, ഇൻഫൈനൈറ്റ് യൂണിവേഴ്സസ് ഉണ്ടെന്ന വാദത്തെ അദ്ദേഹം അതിൽ എതിർക്കുന്നുണ്ട്. അദ്ദേഹം ഇതിൽ പറഞ്ഞത് യൂണിവേഴ്സിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണെന്നാണ്, ഇൻഫൈനൈറ്റ് അല്ല, ഒരുപാടല്ല, അത് ലിമിറ്റഡ് ആണ്. ഇതേ കാര്യം ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 7 layers, 7 layers, 7 ആകാശങ്ങൾ.
സബ സമാവാത്തിൻ തിബാക്ക, അടുക്കടുക്കായിട്ടുള്ള 7 ആകാശങ്ങൾ. അല്ലാഹു അക്ബർ. 2019 തിയററ്റിക്കൽ ഫിസിസിസ്റ്റായ ലോറ മെർസിനി, ഇദ്ദേഹം മാത്തമാറ്റിക്കൽ മോഡലുകളിലൂടെ പ്രപ്പോസ് ചെയ്തതും യൂണിവേഴ്സിൻ്റെ കൗണ്ട് ഫൈനൈറ്റ് ആണെന്നാണ്, അതായത് ലിമിറ്റഡ് ആണ്. നമ്മുടെ സയൻസ് ഒടുവിൽ ഖുർആനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെന്നത് ഈ ഫിസിക്കൽ ബോഡി മാത്രമല്ല അല്ലേ, നമ്മൾ യഥാർത്ഥത്തിൽ സോൾസാണ്, നമ്മൾ ആത്മാവുകളാണ്, റൂഹുകളാണ്. ഈ ബോഡീസിനെ നമ്മളൊരു വെഹിക്കിൾ, ഒരു വാഹനം പോലെ, ഈ കാർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ആസ്ട്രോനോട്ട്സൊക്കെ സ്പേസിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ഓസ്ട്രോ സ്യൂട്ട് ഇടും, സ്പേസ് സ്യൂട്ട് ഇടും. അതുപോലെ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ടാണ് ഈ ശരീരം, ഒരു ബയോളജിക്കൽ സ്യൂട്ട്. ഖുർആൻ പറയുന്ന നോക്കൂ, അള്ളാഹു ടേക്സ് യുവർ സോൾസ് ഡ്യൂറിങ് സ്ലീപ്പ് എന്നാണ്. അള്ളാഹ് ടേക്സ് യുവർ സോൾസ് ഡ്യൂറിങ് സ്ലീപ്പ്. അള്ളാഹു ഉറക്കത്തിൽ നമ്മുടെ ആത്മാവുകളെ പിടിച്ചെടുക്കുന്നു. എല്ലാ ദിവസവും രാത്രി നമ്മൾ ആഴത്തുള്ള ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ റൂഹ് മറ്റൊരു റൂമിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ അത്രയും വിവിഡായി, റിയലായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ സ്റ്റേറ്റിൽ നമ്മൾ ലിറ്ററലി മറ്റൊരു ഡയമെൻഷനിലേക്ക് പോവുകയാണ്. ഒരു കണക്ഷൻ, നമ്മൾ വേറെ ഡയമെൻഷനിലോട്ട് കണക്റ്റ് ആവുകയാണ്. പക്ഷേ അതിൽ നമുക്ക് യാതൊരു കൺട്രോളുമില്ല. ചൂടെടുക്കണം. നമ്മുടെ സോളിനെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് എങ്ങോട്ട് വിടാൻ പറ്റില്ല. ആ കൺട്രോൾ ക്രിയേറ്ററായ, അതായത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണുള്ളത്. റോബർട്ട് ലാൻസ എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോസെൻട്രിസം തിയറി പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു കോൺഷ്യസ്നെസ് ആണെന്നാണ്. ഈ മാറ്ററും സ്പേസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ്. അതായത് സോളാണ് പ്രൈമറി, ബോഡി എന്നത് സെക്കൻഡറി മാത്രമാണ്. ഖുർആൻ പണ്ടേ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സയൻസ് മെല്ലെ മെല്ലെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഹാർഡ് സയൻസ് പോലും, സയൻറ്റിഫിക് റിസർച്ചും ക്വാണ്ടം ഫിസിക്സും ബയോസെൻട്രിസം, മൾട്ടിവേഴ്സ് തിയറി, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. ഈ ഫിസിക്കൽ ഷെല്ലിനപ്പുറം നമ്മളിൽ എന്തോ ഒന്നുണ്ട്. ഫേമസ് ആയ ഒരു പോയിറ്റ് ഉണ്ട്, ഖനി ഖാൻ. അദ്ദേഹം തൻ്റെ മരണക്കിടക്കിൽ വെച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം എന്നെ വിളിക്കുകയാണ്, പക്ഷേ എനിക്ക് പേടിയില്ല. ഞാൻ വെറും നശിക്കുന്ന മണ്ണല്ല. ഈ മണ്ണെന്ന് പറയുന്നത് ഞാനിവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു വസ്ത്രം മാത്രമാണ്. സ്പേസ് സ്യൂട്ട്. എത്ര സിമ്പിൾ പോയട്രിയാണ്, സിമ്പിളായ കവിത, പക്ഷേ എത്ര മീനിങ് ആണ്, എത്ര പ്രൊഫൗണ്ട് സയൻസ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സോ ബ്ലാക്ക് ഹോൾസിൻ്റെയും കോൺഷ്യസ്നെസ്സിൻ്റെയും ഈ കോസ്മിക് ജേണി, ഇതിൻ്റെ എല്ലാം രഹസ്യങ്ങൾ, ഇതൊന്നും നമ്മുടെ ഈമാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇതൊക്കെ തന്നെ അതിന് കൂടുതൽ കൺഫർമേഷൻ നൽകുകയാണ്, കൂടുതൽ ശക്തി പകരുകയാണ്, ഈമാനിനെ കൂടുതൽ കരുത്തുറ്റതാക്കുകയാണ്. നമ്മുടെ ഈമാനെ ശക്തമാക്കാൻ ഇവ സഹായിക്കുന്നു. ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, അവർക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലും, ഹൊറൈസൺസ്, വിവിധ ഭാഗങ്ങളിൽ, ചക്രവാളങ്ങളിൽ, അവരുടെ സ്വന്തം ശരീരങ്ങളിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മളവർക്ക് കാണിച്ചു കൊടുക്കും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഈ ലൈഫ് ടൈമിൽ ഹബിൾ ടെലിസ്കോപ്പ്, ക്വാണ്ടം എക്സ്പെരിമെൻറ്റ്, കോൺഷ്യസ്നസ് തിയറി, റിസർച്ച്, ഇതിലൂടെയൊക്കെ ആ ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ കണക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് സംസാരിക്കാം. പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.